ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കാട്ടിപ്പോയി ക്രിസ്മസ് ട്രീ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിസ്മസിന് ഇനി ഒരാഴ്ച ഉള്ളെങ്കിലും ക്രിസ്മസ് ട്രീക്ക് ഇപ്പോഴും നല്ല ചിലവുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ലോഡിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് വന്ന് ഫോർക്ക് ലിഫ്റ്റുമായിട്ട് ബാരിക്കേഡൊക്കെ മാറ്റിയിട്ട് നമുക്ക് ലോഡിങ്ങിൻ്റെ സ്പോട്ട് പെട്ടെന്ന് തന്നെ കാണിച്ചു തന്നു. സോ നമ്മൾ ലോഡിങ്ങിൻ്റെ സ്പോട്ടിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിട്ട് തന്നെ എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാതിരിക്കാൻ തോന്നിയേയില്ല. എൻ്റെ ആക്ടിവിറ്റീസൊക്കെ കണ്ടപ്പോൾ അവിടെയുള്ള സ്റ്റാഫിന് ഒരു സംശയം. അവൻ എന്നോട് ചോദിച്ചു, I just share the things to my people. Yo, what's up, guys? ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യന്മാരായിരുന്നു അവന്മാർ. രണ്ടുപേരും വന്നിട്ട് വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും അവരാണ് ചെയ്തത്. 2 മണിക്കൂർ എടുക്കുമെന്ന് വിചാരിച്ച ലോഡ് അവന്മാർ പുഷ്പം പോലെ 10 മിനിറ്റ് കൊണ്ട് ലോഡ് ചെയ്തു തന്നു. കസ്റ്റമേഴ്സിൻ്റെ സൗകര്യത്തിനും ട്രാൻസ്പോർട്ടേഷനുമായിട്ട് മരങ്ങളൊക്കെ ഒരു പ്രത്യേക നെറ്റിട്ട് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പതുക്കെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊന്ന് ആസ്വദിക്കാനായിട്ട് തീരുമാനിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനി ഡെൻമാർക്ക് ബോർഡറിനടുത്തുള്ള ഡോബേഴ്സ്ഡോർഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ലാത്തതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഡോബേഴ്സ്ഡോർഫ് സേ എന്ന് പറയുന്ന ഒരു ലേക്കാണ്. സേ എന്ന ജർമ്മൻ വാക്കിൻ്റെ അർത്ഥം ലേക്ക് എന്നാണ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് മാൻ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് പറക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അവിടെ. നമ്മളെ കാട്ടിക്കൂടെ തിരിച്ച് ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ വളരെ ഭംഗിയുള്ള സീനിക് ബ്യൂട്ടീസുള്ള ജർമ്മൻ ഗ്രാമങ്ങളിലൂടെയും റോഡുകളിലൂടെയും നഗരങ്ങളിലൂടെയും നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങുകയാണ്. ഡെസ്റ്റിനേഷനിലേക്ക് ഏതാണ്ട് നമുക്ക് 700 കിലോമീറ്ററോളമുണ്ട്. അൺലോഡിങ്ങും നമുക്ക് ഇതുപോലെ കൺട്രി സൈഡിലുള്ള ഒരു കമ്പനിയിലാണ്. സോ നമ്മൾ ആ കമ്പനി ലക്ഷ്യമാക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ചു. ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ വിൽപ്പനയ്ക്കുള്ള കമ്പനിയാണ്. പക്ഷേ കൂട്ടത്തിൽ അവർ മനോഹരമായിട്ട് എല്ലാ സ്ഥലവും നല്ല ഭംഗിയാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. വാങ്ങാൻ വരുന്ന ആൾക്കാർ ഇതൊക്കെ കണ്ടാൽ പിന്നെ എങ്ങനെയാണ് വാങ്ങിക്കാതിരിക്കുക. ഇവിടെ അൺലോഡിങ്ങിന് കുറച്ച് കൂടുതൽ സമയമെടുത്തു. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ക്രിസ്മസ് ട്രീ ഒക്കെ അൺലോഡ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടങ്ങാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ ക്രിസ്മസ് ട്രീ ആണ്, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ചൂസ്.